പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫാമിലി ഡേ പ്ലാൻ എപ്പിസോഡ് 2 ആണ്. എപ്പിസോഡ് 1 എല്ലാവരും വാച്ച് ചെയ്യണേ, അതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കഴിക്കുന്നതിന് ഒരു ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ, വലിയൊരു ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒക്കെ വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം കുടിക്കുക, ഷുഗർ ഫ്രീ ആയിട്ടുള്ള ജ്യൂസ് കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ലഞ്ചാണ് നോർമലി ഞാൻ ചോറ് തന്നെയാണ് കഴിക്കുന്നത്. കുറച്ച് ചോറ് എടുക്കുക, ഒരുപാട് വെജിറ്റബിൾ കറി കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഡിന്നറാണ്. അപ്പോൾ ഡിന്നർ പ്രിപ്പറേഷൻ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? ലെറ്റ്സ് വാച്ച്. എൻ്റെ ഡിന്നർ വെജിറ്റബിൾ സാലഡ് ആൻഡ് എഗ്ഗാണ്. എഗ്ഗ് ഓപ്ഷനാണ്. എഗ്ഗ് അല്ലെങ്കിൽ ചിക്കൻ, ഫിഷ്, പനീർ ഇതിൽ ഏത് വേണമെങ്കിലും സാലഡിൻ്റെ കൂടെ കഴിക്കാം. 4 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാൻ വെജിറ്റബിൾസ് എടുത്തേക്കുന്നത്. 2 ക്യൂക്കമ്പർ, 3 ക്യാരറ്റ്, 1 തക്കാളി, 1 സബോള. അപ്പം ഞാൻ വെജിറ്റബിൾസ് എല്ലാം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തൊലി എല്ലാം കളയാം. എല്ലാവർക്കും അറിയാം എങ്ങനെ തൊലി കളയാമെന്നുള്ളത്. എന്നാലും എൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ക്യാരറ്റിൻ്റെയും ക്യൂക്കമ്പറിൻ്റെയും സബോളയുടെയും അതുപോലെ തക്കാളിയും എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കട്ടിംഗ് ആണ്. അപ്പോൾ ഞാൻ ക്യൂക്കമ്പർ എടുത്തിട്ടുണ്ട്. ക്യൂക്കമ്പർ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ക്യൂക്കമ്പറിന് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത വെജിറ്റബിളായി നമ്മൾ ക്യാരറ്റിന് എടുക്കുകയാണ്. ക്യാരറ്റിന് എടുത്തിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്യാം. വേഗം നമ്മൾ ക്യാരറ്റിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ബൗളിലേക്ക് മാറ്റുകയാണ്. ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തത് നമ്മുടെ തക്കാളിയും നമ്മൾ സബോള എടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബൗളിലേക്ക് മാറ്റുക. അപ്പോൾ വേഗം നമ്മൾ ബൗളിലേക്ക് മാറ്റി. വെജിറ്റബിൾ സാലഡിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്തത് ഇൻഗ്രീഡിയൻസ് ആണ്. കേട്, ഉപ്പ്, പെപ്പർ ഓപ്ഷനാണ്. കേട് മിൽക്കി മിസ്റ്റിൻ്റെ കേടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗൾ എടുക്കുക. 4 ടേബിൾ സ്പൂൺ കേടാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തത് മിക്സിംഗ് ആണ്. മിക്സിങ് ചെയ്യുന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ബൗൾ വളരെ ചെറുതാണ്. അപ്പോൾ ഞാൻ വലിയ ബൗളിലേക്ക് ഈ വെജിറ്റബിൾസിനെ എല്ലാം മാറ്റി. വെജിറ്റബിൾ സാലഡ് റെഡിയാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ് എന്ത്, സെർവ് ചെയ്യാന്നുള്ളത്. ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വെജിറ്റബിൾ സാലഡ് ഇട്ട് കൊടുത്തു. 2 മുട്ട ഉപയോഗിച്ച് ഞാൻ ബുൾസൈ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിന്നർ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ബൈ ബൈ.